1996 മഹീന്ദ്ര ക്ലാസിക് എന്നുള്ള മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സിനിമയിലൊക്കെ ഉള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരു വണ്ടി. സ്ട്രീറ്റ് ലൈറ്റ്സ് എന്നാണ് ക്ലാസിക്കിനെ കുറിച്ച് അറിയണവർ ഈ സാധനത്തിന് പറയുക. ഇത് 2.1 ലിറ്റർ ഫ്യൂഷൻ എഞ്ചിൻ. ഹായ് ഫ്രണ്ട്സ്, ടീം വിൻടോർക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു മഹീന്ദ്രയുടെ ഒരു ലെജൻഡറി വെഹിക്കിളാണ്. ഈ ജീപ്പിനെ കുറിച്ചിട്ട് അധിക പേർക്കൊന്നും അറിയാൻ ഒരു വഴിയില്ല. ഇത് നമ്മുടെ ഒരു എവർഗ്രീൻ ഹിറ്റ് മൂവിയായ ലേലം സിനിമയിൽ നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടൻ ഓടിച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കൂടെ ജിഷ്ണു ഉണ്ട്, ശ്രീകുട്ടനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹായ് ജിഷ്ണു. ഹായ് ശ്രീകുട്ട. ഈ വണ്ടി കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ലേലം സിനിമയിലെ ആനക്കാട്ടിൽ ചാക്കോച്ചിനെയാണ്. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ജിഷ്ണു പറയുന്നതായിരിക്കും. ഇത് മഹീന്ദ്ര ക്ലാസിക് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ജിഷ്ണു നമുക്ക് ചോദിച്ചറിയാം. ജിഷ്ണു പറഞ്ഞോളൂ. 1996 മോഡല് മഹീന്ദ്ര ക്ലാസിക് ആണത്. നമ്മുടെ ലേലം സിനിമയിലൊക്കെ ഉള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരു വണ്ടി. ഈ വണ്ടിയല്ലല്ലോ ലേലം സിനിമയിലുള്ളത്, ഇതുപോലത്തെ വേറൊരു വണ്ടി. ഇതിന്റെ ഏറ്റവും അടിപൊളി ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്പോക്ക് വീൽസ് ആണ്. നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞാൽ അത് മോഡിഫിക്കേഷൻ ആണോ എന്നുള്ളത് സംശയം പലരും ചോദിക്കണം. മോഡിഫൈഡ് ആണോ, ഇത് നിങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്താണോ എന്നൊക്കെ ചോദിക്കും. ഒരിക്കലല്ല, മഹീന്ദ്ര നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ആസ് ഇറ്റ് ഈസ് തന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടി ഏത് മോഡലാണ്, ഏത് വർഷമാണ് ഇറങ്ങിയിട്ടുള്ളത്? ഇത് 1996 മഹീന്ദ്ര ക്ലാസിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ബാച്ചിലത്തെ വണ്ടിയാണ്. 1996 മോഡല്. നിലവിലിപ്പോ മഹീന്ദ്ര ക്ലാസിക് ഇറക്കുന്നില്ലല്ലോ. ഏത് വർഷം വരെ പ്രൊഡക്ഷൻ കഴിഞ്ഞു? 2000 കാലഘട്ടങ്ങളിൽ മഹീന്ദ്രയുടെ ക്ലാസിക് എന്നുള്ള മോഡല് പ്രൊഡക്ഷൻ നിർത്തിയതാണ്. അപ്പോൾ ഈ സ്പോക്ക് വീല് നമ്മൾ ഇറക്കിയ എല്ലാ ക്ലാസിക്കിലും മഹീന്ദ്ര കൊടുക്കുന്നുണ്ടോ അതോ? ഇല്ല. ഇത് ആദ്യം വന്നിട്ടുള്ള 96, 97, 98 ആ സമയത്ത് മാത്രമാണ് സ്പോക്ക് വീൽസ് ഉണ്ടായിരുന്നത്. പിന്നെ മഹീന്ദ്ര ആവുകൊണ്ട് ഓൾഡ് സ്റ്റോക്ക് കുറച്ച് ഓപ്ഷണലായിട്ട് പിന്നീടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ അലോയ് വീൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലാസ്റ്റ് പ്രൊഡക്ഷൻ വരെ പിന്നെ അലോയ് വീൽസ് ആയിരുന്നു. നമുക്ക് അലോയ് വീൽസ് ഉള്ള ഒരു വണ്ടിയുടെ ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. നമ്മുടെ കയ്യിൽ വേറൊരു വണ്ടി ഉണ്ട്, അലോയ് വീലുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് രണ്ടും കൂടി വെച്ചിട്ട് നമ്മൾ പ്രഷർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താം. അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞോളൂ. 4x4 അല്ലേ? 4x4 ആണ്. സാധാരണ നോർമൽ ജീപ്സ് മാത്രം ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് യുവാക്കളെ ഹരം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മുടെ ക്ലാസിക്കിന്. ഇതിന് മുന്നേ ഉള്ളൊരു ചേട്ടൻ്റെ, അത് CJ 340 എന്നാണ് പറയുക. നമ്മുടെ വില്ലി CJ 380 നിന്ന് കുറച്ച് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് മഹീന്ദ്ര കൊണ്ടുവന്ന ഒരാളാണ് CJ 340. അതിന് ക്ലാസിക് ആയപ്പോൾ CL 340 എന്നാണ് ആളുടെ കോഡ് നെയിം. 1996 മഹീന്ദ്ര ക്ലാസിക് എന്നുള്ള മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസിക് മറ്റ് ജീപ്പുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഫസ്റ്റ് ഇത് ഈ ഐക്കോണിക് ആയിട്ടുള്ള ഈ ബമ്പേഴ്സാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. പക്ഷെ നമ്മളിത് ആദ്യം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കാന്ന് വിചാരിക്കും. എല്ലാവർക്കും അങ്ങനെ തോന്നും. ഈവൻ MVDക്കും പോലീസിനും വരെ ഈ മഹീന്ദ്ര ഇങ്ങനെ ഒരു വണ്ടി ഇറക്കി. നമുക്ക് തന്നെ 2-3 പ്രാവശ്യം റോട്ടിൽ ഇറക്കിയപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ബ്രൗഷേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ആ ഫൈനിൽ നിന്നൊക്കെ ഒഴിവായി വന്നതാണ്. കണ്ട ഉടനെ ഇത് മോഡിഫൈഡ് ആണ്, ഇത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫൈൻ ചെയ്യാനുള്ള ഒരു ആർജവമാണ് MVDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ബ്രൗഷേഴ്സ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ആണ് ഫൈനിൽ നിന്ന് ഒഴിവാക്കിയത്. ഈ ബമ്പറും ഈ സ്പോക്ക് വീലും കമ്പനി സ്റ്റോക്ക് തരുന്നതാണ് നാളെ എന്നുള്ളത് ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല. അപ്പം നമ്മൾ ഈ വണ്ടി കയ്യിൽ വെച്ചിരിക്കുന്നത് കാരണം അതിൻ്റെ കാറ്റലോഗ് അടക്കം നമ്മൾ കയ്യിൽ സൂക്ഷിച്ചിട്ടാണ് ഈ വണ്ടി പുറത്തിറക്കൽ. അല്ലാതെ വേറെ നിവൃത്തിയില്ലാതെ പോയി. പിന്നെ ഇതിൻ്റെ വേറൊരു ഐക്കോണിക് ആയിട്ടുള്ള സാധനം ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ലൈറ്റ്സ് എന്നാണ് ക്ലാസിക്കിനെ കുറിച്ച് അറിയണവർ ഈ സാധനത്തിന് പറയുക. ഇത് ഇതിൻ്റെ ഡാഷ്ബോർഡിലെ ഇൻഡിക്കേഷൻ ലൈറ്റ്സ് ആണ്. ഇതിൽ നമ്മുടെ ബാറ്ററി, ഓയിൽ, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ്, 4 വീലിൻ്റെ ഇൻഡിക്കേഷൻസ്, അതുപോലെ ഡിമ്മ്, ബ്രൈറ്റ്, നമ്മുടെ പാർക്കിംഗ് ബ്രേക്സിൻ്റെ ലൈറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും മഹീന്ദ്ര ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ
നമ്മുടെ ഐഡ്ലിംഗ് കൺട്രോളർ ഒരു സാധനം കൂടെ ഇതിലുണ്ട്. നോർമലി നമ്മുടെ മറ്റു വണ്ടികളിൽ ഇല്ലാത്തൊരു സാധനമാണ് ഐഡിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ സാധനം. ഈ 96-ന് മുന്നേയുള്ള വണ്ടികളിൽ 3+1 ഗിയറാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടാണ് മഹീന്ദ്ര ഇറക്കിയിരിക്കുന്നത്? അതെ, ഇത് 4+1 ഗിയർ ബോക്സ് ആണ്, KMT90 എന്ന് പറഞ്ഞിട്ടുള്ള 4 ഫോർവേഡ് ഗിയർസും ഒരു റിവേഴ്സ് ഗിയറും ഉള്ള ഗിയർ ബോക്സ് ആണ് ഇതിന്. പിന്നെ 4x4 വരുന്നില്ലേ? ക്ലാസിക് ജീപ്സ് 4x4 മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളൂ. 2 വീൽ ഡ്രൈവ് ക്ലാസിക് ജീപ്പുകളില്ല. അപ്പോൾ ഇതിൽ സിംഗിൾ ലിവർ 4 വീൽ ഡ്രൈവ് ആണ്. നമുക്ക് 4 വീൽ ഹൈയും ലോയും 2 വീൽ ഹൈയും സെലക്ട് ചെയ്യാൻ ഒറ്റ ലിവറാണ്. എല്ലാം ഒരു ലിവറിലാണ് വരുന്നത്. അതെ, നമ്മൾ മറ്റു വണ്ടികളിൽ കാണുന്ന മാതിരി 2 ലിവർ ഇതിലില്ല, സിംഗിൾ ലിവറാണ്. സിംഗിൾ ലിവറാണ്. മഹീന്ദ്ര ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മോഡൽ കൂടി ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടറിയുന്നുണ്ടാവും, സസ്പെൻഡഡ് പെഡൽസ് ആണ്. സാധാരണ നമ്മുടെ ഫ്ലോർ മൗണ്ടഡ് പെഡൽസ് ആണ് ഇതിന് മുന്നുള്ള വണ്ടികളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിലാണ്. എഞ്ചിൻ ഏതാണ് വരുന്നത്? ഇതിൽ ഫ്യൂഷോടെ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവുക പിജിയോട്ട് എന്നാണ്. പിജിയോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 540-ലൊക്കെ വരുന്ന ആ ഒരു എഞ്ചിനല്ലേ? അത് അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആണോ? എഫിഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതൊരു ഷോർട്ട് വീൽ ബേസ് വണ്ടിയാണ്. ക്ലാസിക്കിൽ പക്ക അടിപൊളിയാണ്. നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആള് സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം 4x4 ഇട്ടാൽ നല്ല പെർഫോമൻസ് ഈ എഞ്ചിൻ തരുന്നുണ്ട്. ഈ വണ്ടിയുടെ ഒരു ബോഡി വെയിറ്റും ഈ ഷോർട്ട് വീൽ ബേസും വെച്ചിട്ട് ഫ്യൂഷോ നന്നായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് ആ എഞ്ചിൻ റൂം ഒന്ന് തുറന്നു നോക്കിയാലോ? അതിൻ്റെ സ്റ്റിക്കൂട്ട ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ 2.1 ലിറ്റർ ഫ്യൂഷോ എഞ്ചിൻ. സാധാരണ പിജിയോട്ട് എഞ്ചിൻ എന്നാണ് പറയാറ്. നമ്മുടെ 540-ലും 550-ലും ഒക്കെ വന്നിട്ടുള്ളതാണ് ഫ്യൂഷോ എഞ്ചിൻ. അതിൽ 540-ൽ വന്ന ടൈപ്പാണ് ഇത്. പിന്നെ ഇതിന് ബൂസ്റ്റർ ബ്രേക്സ് ഉണ്ട്. ഡിസ്ക് ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റർ ബ്രേക്സ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഈ ഹെഡ്ലൈറ്റിനെ മൗണ്ട് ചെയ്തിരിക്കുന്ന ഗ്രിൽസ്, അതുപോലെ ഈ എയർ വെൻറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്ന ഈ മെഷ്, ഇതൊക്കെ കമ്പനി ഇതിൽ ഇതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളിത് മാക്സിമം സ്റ്റോക്കാക്കിയിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്കെന്നാ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊന്ന് നോക്കിയാലോ? അപ്പോൾ എന്നാൽ എഞ്ചിൻ റൂം ഒന്ന് അടച്ചോളൂ. നമ്മൾ സാധാരണ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പോയിട്ട് അടിച്ചിട്ട് ക്ലാസിക്കുകൾ ചിലപ്പോൾ സ്റ്റാർട്ട് ആവില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു പ്രീ ഹീറ്റിംഗ് കട്ടൗട്ട് ഉണ്ട്. ഹീറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പോൾ കേട്ടില്ലേ? അതിൻ്റെ സൗണ്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഐക്കൺ കട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ക്രാങ്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ക്രാങ്ക് ആകും. സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ എൻജിൻ സൗണ്ട്. മഹീന്ദ്ര ക്ലാസിക്കിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.